അസ്സലാമു അലൈക്കും ഗൈസ്. ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മദീന സിയാറ ചെയ്യാനായി നമ്മൾ പുറപ്പെടുകയാണ്. ഷറഫിയയിലെ മൗലാന മദീന സിയാറയുടെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ മദീനയിലേക്ക് യാത്ര തിരിച്ചത്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ളൊരു ബസ്സിലാണ് ഞങ്ങളെ അവർ മദീനയിലേക്ക് കൊണ്ടുപോയത്. യാത്ര തുടങ്ങി കുറച്ചു സമയത്തിന് ശേഷം റഹീലിയിലെ പെട്രോൾ പമ്പിൽ നിർത്തി അവിടെ ഇശ നമസ്കരിക്കുകയും ഭക്ഷണവും മറ്റ് സാധനങ്ങളും വാങ്ങി യാത്ര തുടരുകയാണ് ചെയ്തത്. ആദ്യമായി ഞങ്ങൾ സിയാറ ചെയ്തത് ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ യുദ്ധം നടന്ന സ്ഥലത്തിലേക്കാണ്. മസ്ജിദുൽ അരീഷിൻ്റെ പിന്നിലായിട്ടുള്ള ഈ കാണുന്ന മൈതാനത്തിൽ വെച്ചാണ് ശ്രേഷ്ഠമായ ബദർ യുദ്ധം നടന്നത്. അവിടുന്ന് ഞങ്ങൾ യാത്ര തിരിച്ചത് ശുഹദാ സ്ട്രീറ്റിലേക്കാണ്. അഥവാ ബദർ യുദ്ധത്തിൽ ഷഹീദായവരുടെ ഖബർസ്ഥാനമാണ് ഞങ്ങൾ പിന്നീട് സിയാറ ചെയ്തത്. 13 ശുഹദാക്കളുടെ ഖബർസ്ഥാനം മാത്രമേ ഇവിടെയുള്ളൂ. ബാക്കി ഒരാൾ മദീനയിലേക്ക് മടങ്ങുമ്പോൾ വഫാത്തായതിനാൽ മദീനയിൽ തന്നെയാണ് അദ്ദേഹത്തെ മറവ് ചെയ്തിരിക്കുന്നതും. അതിനുശേഷം ഞങ്ങൾ സിയാറ ചെയ്തത് മസ്ജിദൽ ഖുബയിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് വന്ന ശേഷം ആദ്യമായി പണിത പള്ളിയാണ് മസ്ജിദൽ ഖുബ. അടുത്തതായി ഉഹുദ് യുദ്ധം നടന്ന സ്ഥലത്തിലേക്കായിരുന്നു സിയാറ ചെയ്തത്. ഉഹുദ് യുദ്ധത്തിൽ മരണപ്പെട്ട ശുഹദാക്കളുടെ ഖബർസ്ഥാനം ഇവിടെയാണുള്ളത്. അൽഹംദുലില്ലാ, സുബഹി നമസ്കാരത്തിൻ്റെ സമയമായപ്പോൾ ഞങ്ങൾ മദീന മുനവ്വറയിലെത്തി. അവിടെ സുബഹി നിസ്കരിക്കുകയും പിന്നീട് റൂമിലേക്ക് പോവുകയും ചെയ്തു. ജുമാ നിസ്കാരത്തിന് ഞങ്ങൾ വീണ്ടും മദീനയിലേക്ക് ചെന്നു. ആദ്യം അവർ അവിടെ അടച്ചു വെച്ചിരുന്നെങ്കിലും നിസ്കാരം തുടങ്ങുമ്പോൾ ഗേറ്റുകൾ തുറന്ന് ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് മഗ്രിബിൻ്റെ സമയമായപ്പോഴാണ് ഞങ്ങൾ റൗള സിയാറ ചെയ്യുവാനായി ഇറങ്ങിയത്. അപ്പോഴേക്കും ഉച്ചക്കലത്തെ ചൂടും മറ്റും മാറി മഴക്കാറുകൾ വരാൻ തുടങ്ങിയിരുന്നു. ഈ കാണുന്നതാണ് ജന്നത്തുൽ ബഖീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും മക്കൾമാരും ഇവിടെ അടങ്ങിയിട്ടുണ്ട്. ഇമാം മാലിക്കും ഇസ്ലാമിലെ 3ാം ഖലീഫയായ ഉസ്മാൻ ബിൻ അഫ്ഫാനും ഇവിടെയാണ് കബറടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിന്നീട് ബാബ് മക്ക അഥവാ മക്ക ഗേറ്റിൽ പ്രവേശിക്കുകയും അവിടെ മഗ്രിബ് നിസ്കരിക്കുകയും ചെയ്തു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ പോയത്. റൗളയിൽ ഇപ്പോൾ നിസ്കരിക്കണമെങ്കിൽ പ്രത്യേകം അപ്പോയിൻമെൻറ്റും മറ്റും എടുക്കണമെങ്കിലും സിയാറ ചെയ്യുവാനായിട്ട് അപ്പോയിൻമെൻറ്റിൻ്റെ ആവശ്യമില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന് നേതൃത്വം നൽകുവാൻ നിൽക്കാറുള്ള മിമ്പറാണ് ഈ കാണുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഖബർസ്ഥാനങ്ങളാണ് ഈ കാണുന്നത്. ഒടുവിൽ ഇശാ നമസ്കാരത്തിന് ശേഷം മദീനയിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ച് വീട്ടിലെത്തിയ ശേഷം ഭക്ഷണവും മറ്റും കഴിച്ച് ഞങ്ങൾ ജിദ്ദയിലേക്ക് യാത്ര തിരിക്കുകയാണ് ചെയ്തത്. سخرنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون الحمد لله. അൽഹംദുലില്ലാഹ്, തിരിച്ച് ജിദ്ദയിലെത്തിയപ്പോൾ നല്ല മഴയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.